ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാതത്തിലെ ചിന്തയ്ക്കായി ലഭിച്ചിരിക്കുന്ന വേദഭാഗം അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം 16-ാം വാക്യം. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും കർത്താവിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. കറുത്ത വർഗ്ഗക്കാർക്കായി മാത്രം വേർതിരിച്ചിരിക്കുന്ന ജോർജിയയിലെ ഒരു ശവക്കോട്ടയിൽ സംസ്കരിക്കപ്പെട്ടിട്ടുള്ള ഏക വെള്ളക്കാരനായ ഒരു പ്രശസ്ത വ്യക്തിയെക്കുറിച്ച് ഒരു സംഭവകഥ ഇങ്ങനെയുണ്ട്. അദ്ദേഹം ഒരു ചെറിയ പൈതലായിരിക്കുമ്പോൾ തന്നെ മാതാവ് മരിച്ചുപോയി. പിതാവ് പുനർവിവാഹം കഴിച്ചില്ല. കുഞ്ഞിനെ വളർത്തുന്നതിന് ഉത്തമയും ദൈവഭക്തിയുമായ ഒരു കറുത്ത വർഗ്ഗക്കാരി സ്ത്രീയെ അദ്ദേഹം ശമ്പളത്തിന് നിയമിച്ചു. ആ ക്രിസ്തീയ വനിത ഉത്തരവാദിത്തത്തോടെ അവളുടെ ചുമതല ഏറ്റെടുത്തു. അവളിൽ നിന്ന് ലഭിച്ചതുപോലെയുള്ള സ്നേഹപൂർവമായ പരിചരണം അമ്മയില്ലാത്ത ഒരു കുഞ്ഞിന് ലഭിക്കുക വളരെ അപൂർവമായിരുന്നു. അവന് പ്രായമായപ്പോൾ അവളുടെ വിശ്വസ്ത സേവനത്തെക്കുറിച്ച് പലപ്പോഴും മറ്റുള്ളവരോട് പറയുക പതിവായിരുന്നു. മുകളിലത്തെ നിലയിലുള്ള തൻ്റെ കിടക്കയ്ക്കരികിൽ വന്നു നിന്നുകൊണ്ട് കുനിഞ്ഞ് മൃദുസ്വരത്തിൽ കുഞ്ഞെ പ്രഭാതമായി എഴുന്നേൽക്കൂ എന്ന് പറഞ്ഞ് തന്നെ ഉണർത്തുന്നതായിരുന്നു അവരെക്കുറിച്ച് ഏറ്റവും ചെറിയ പ്രായം മുതൽ അവൻ്റെ മനസ്സിലുണ്ടായിരുന്ന വ്യക്തമായ ഓർമ്മ. പ്രായം ചെന്നിട്ടും ഈ വിശ്വസ്തയായ സ്ത്രീ തൻ്റെ വളർത്തമ്മയായി സേവനം തുടർന്നു. യുവാവായപ്പോൾ അവൻ കോളേജ് വിദ്യാഭ്യാസത്തിനായി ദൂരസ്ഥലത്തേക്ക് പോയി. അവധിക്കാലത്ത് അവൻ വീട്ടിൽ വന്ന് താമസിക്കുമ്പോൾ പ്രഭാതത്തിൽ അവർ മുൻകാലത്തെ പോലെ തന്നെ വയസ്സായതുകൊണ്ട് മുമ്പത്തേതിലും സാവകാശത്തിലാണെങ്കിലും ഗോവേണി കയറി മുകളിൽ വന്ന് പഴയപടി സ്നേഹപൂർവ്വം വിളിച്ചുണർത്തുമായിരുന്നു. അദ്ദേഹം പ്രശസ്തനായ ഒരു രാജ്യതന്ത്രജ്ഞനായിരുന്നതിന് ശേഷം ഒരു ദിവസം ആ ദുഃഖവാർത്ത ലഭിച്ചു. മാൻഡി മരിച്ചുപോയി. ശവസംസ്കാര ശുശ്രൂഷയിൽ സംബന്ധിപ്പാൻ താങ്കൾക്ക് സാധിക്കുമോ? കറുത്ത വർഗ്ഗക്കാർക്കായുള്ള ആ ശവക്കോട്ടയിൽ അവരുടെ ശവക്കുഴിക്കരികെ നിൽക്കുമ്പോൾ അദ്ദേഹം തിരിഞ്ഞ് തൻ്റെ സ്നേഹിതന്മാരോട് പറഞ്ഞു, കർത്താവ് വരും മുമ്പേ ഞാൻ മരിക്കുകയാണെങ്കിൽ എന്നെ ഇവിടെ മാൻഡിയുടെ അടുത്ത് അടക്കണം. ആ സന്തോഷ ദിനത്തിൽ കുഞ്ഞെ ഉണർന്നെഴുന്നേൽക്കൂ, ദൈവത്തിൻ്റെ പ്രഭാതം വന്നു എന്ന് അവർ എന്നോട് പറയും എന്ന് ചിന്തിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആ സ്ത്രീയോടുള്ള നന്ദി സൂചകമായി അദ്ദേഹം വികാരാധീനനായി പറഞ്ഞ ഈ വാക്കുകൾ ഹൃദയത്തിന് സമാധാനം നൽകുന്നതാണ്. യേശുവിൻ്റെ രണ്ടാമത്തെ വരവിൻ്റെ പ്രഭാതത്തിൽ അദ്ദേഹം അവരെ വീണ്ടും കണ്ടുമുട്ടും. എന്നാൽ അപ്പോൾ കർത്താവായിരിക്കും പറയുക, പ്രിയരെ ഉണരുക, ദൈവത്തിൻ്റെ പ്രഭാതം വന്നിരിക്കുന്നു. പ്രിയമുള്ള ക്രിസ്തീയ സ്നേഹിതരെ, മഹത്തായ ആ ഉണർന്നെഴുന്നേൽപ്പിൻ്റെ ദിവസം അതിനുവേണ്ടി നാം നോക്കി പാർത്തുകൊണ്ടിരിക്കുകയാണോ? ആ വരവിനായി നമുക്കും ഒരുങ്ങാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ അതിന് സഹായിക്കട്ടെ. പ്രിയ കർത്താവെ, നൽകിയ വചനത്തിനായി നന്ദിയുള്ള സ്തോത്രം. അങ്ങയുടെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നുവെന്ന് പ്രപഞ്ച സത്യങ്ങളും ലോകസംഭവങ്ങളും ഞങ്ങൾ വിളിച്ചറിയിക്കുമ്പോൾ അങ്ങയുടെ വരവിന് വേണ്ടി ഒരുക്കമുള്ളവരായിരിക്കാൻ തക്കൊണ്ട് ഞങ്ങളെ അവിടെ സഹായിക്കണമേ. പുത്രൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ.